ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് SCR ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതിൽ കാണുന്ന പോലെയാണ്. ഇതിൽ രണ്ട് സപ്ലൈ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഒന്ന് ഗേറ്റ് സപ്ലൈ, അതുപോലെ തന്നെ ആനോഡ് കാത്തോഡ് സപ്ലൈ. അപ്പോൾ അതിൽ ഗേറ്റ് സപ്ലൈയിൽ നമ്മളെ സർക്യൂട്ട് നോക്കുക. മൈനസ് നേരെ കാത്തോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലസ് 100 കിലോ ഓം റെസിസ്റ്റർ, പിന്നെ ഒരു അമ്മീറ്റർ അതുവഴി നേരെ ഗേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആനോഡ് കാത്തോഡ് സൈഡ് പോകുമ്പോൾ ആനോഡ് കാത്തോഡ് സപ്ലൈ ഗ്രൗണ്ട് അഗെയിൻ നേരത്തെ കൊടുത്ത അതേപോലെ തന്നെ കാത്തോഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോസിറ്റീവ് നേരെ അമ്മീറ്ററിൽ കൊടുത്തു, അമ്മീറ്ററിൽ നിന്ന് 1 കിലോ ഓം 1 വാട്ട് റെസിസ്റ്റർ കൊടുത്തു, റെസിസ്റ്ററിൽ നിന്ന് നേരെ ആനോഡിലേക്ക് പോയി. ഇതിൽ ഈ SCR എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്. അതുപോലെ തന്നെ ആ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ SCRൽ മെയിൻ ടെർമിനൽ എന്ന് പറയുന്നത് എന്താണ്? ആനോഡും കാത്തോഡും. അതാണ് സ്വിച്ചിങ് ടെർമിനൽ. ഗേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൺട്രോളിങ് ടെർമിനൽ മാത്രമാണ്. അതായത് നമ്മളിപ്പോൾ സാധാരണ സ്വിച്ചുകൾക്ക്, ഇപ്പോൾ മെക്കാനിക്കൽ സ്വിച്ച് ആണെങ്കിൽ ആ മെക്കാനിക്കൽ സ്വിച്ചിന് 2 ടെർമിനലാണ് ഉണ്ടാവുക. പിന്നെ നമ്മളെ അതിൽ മൂന്നാമത്തെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ മെക്കാനിക്കൽ ആക്ഷനാണ്. അപ്പോൾ ആ മെക്കാനിക്കൽ ആക്ഷൻ എന്താണ്? മെക്കാനിക്കൽ ആക്ഷൻ വഴിയാണ് നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും പറ്റുക. അപ്പോൾ അതുപോലെ അതേ ഒരു എന്താ പറയുക ഫങ്ഷനാണ് ഈ ഗേറ്റിനുള്ളത്. ഗേറ്റിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഓണാക്കാൻ പറ്റും, പക്ഷെ അത് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിലൊരു വ്യത്യാസം. ഈ സ്വിച്ചിന് ഇത് നമുക്ക് ഓൺ ചെയ്യാനേ പറ്റും, ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തനിയെ ഓഫാക്കാൻ പറ്റില്ല. ഓഫാക്കണമെങ്കിൽ നമ്മളെ ഈ ഒന്നുകിൽ ഈ IA ഉണ്ടല്ലോ, ഈ ആനോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനേക്കാളും കുറക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ സപ്ലൈ ഓഫാക്കുക. ഇത് രണ്ടും ഒരേ സംഗതി തന്നെ നടക്കുന്നത്. ആ സപ്ലൈ ഓഫാക്കുക, അല്ലെങ്കിൽ IA കറണ്ട്, അതായത് ആനോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനേക്കാളും കുറക്കുക. അത് നമുക്ക് ഈ ക്യാര ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് SCR 2P4M എന്ന് പറയുന്ന ഒരു SCR ആണ്. നമുക്ക് സർക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതാണ് SCR 2P4M എന്ന് പറയുന്ന SCR. ഇതിൽ എല്ലാ SCRലും ഓൾമോസ്റ്റ് എല്ലാ SCRലും ഈ ലീഡ് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. ഇങ്ങനെ ഈ നമ്പർ നേരെ വെച്ച് കഴിഞ്ഞാൽ, നേരെ നമുക്ക് കാണുന്ന രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ KAG ആയിരിക്കും. അതായത് കാത്തോഡ്, ആനോഡ്, ഗേറ്റ്. ആ രീതിയിലായിരിക്കും മിക്ക SCRും അതിൻ്റെ പിൻ കോൺഫിഗറേഷൻ ഉണ്ടാകും. KAG. ഇതിൽ ഞാൻ അസംബിൾ ചെയ്തിട്ടുണ്ട്. KAG ആണ് ഞാൻ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ശരിക്കും അത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കറക്റ്റ് നേരെ തന്നെ വെച്ചിട്ടുണ്ട്. KAG കാത്തോഡ്, ആനോഡ്, ഗേറ്റ് എന്നുള്ളതിൽ ഇത് ഗേറ്റ് റെസിസ്റ്റൻസ് ആണ്, ഗേറ്റിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ആനോഡിലേക്ക്, അതായത് സെൻട്രൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്റേഴ്സാണ് കൊടുക്കേണ്ടത്. പിന്നെ ഏതൊരു സർക്യൂട്ടും നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ അത് ഞാനിപ്പോൾ അസംബിൾ ചെയ്ത ഒരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എന്നെ ചെയ്യാൻ പോകുന്നൊരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം ഗേറ്റ് സപ്ലൈ ക്ലിയർ ചെയ്യും, അതിനുശേഷം ആനോഡ് കാത്തോഡ് സപ്ലൈ ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ ഏത് സർക്യൂട്ട് അസംബിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മളതായ രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ആലോചിക്കുക. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അസംബിൾ ചെയ്യാം. ഇതാണ് ഒരു ഡുവൽ പവർ സപ്ലൈ. ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 2 സപ്ലൈ ഉണ്ടാവും. ഒന്ന് ഇത് 0 to 30 വരെ ഒരു സപ്ലൈ, അതേ സെയിം തന്നെ ആയിരിക്കും 0 to 30 ഇപ്പുറം ഉണ്ടാവും. അപ്പോൾ ഈ 2 സപ്ലൈയാണ് ഞാൻ ഇതിൽ ഈ ക്യാര ചെയ്യാനും കൂടി ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ ഈ സപ്ലൈ ഞാൻ ഗേറ്റ് സപ്ലൈ ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് ഓർക്കുക, ഇത് ഗേറ്റ് സപ്ലൈ ആണ്, ഇത് ആനോഡ് കാത്തോഡ് സപ്ലൈ ആണ്. അപ്പോൾ ഗേറ്റ് സപ്ലൈൻ്റെ 2 നീല വെള്ള, അതിൽ നീല പോസിറ്റീവും വെള്ള നെഗറ്റീവാണ്. അതുപോലെ തന്നെ ആനോഡ് കാത്തോഡ് സപ്ലൈ ആയിട്ട് എടുക്കുന്ന റൈറ്റ് സൈഡിലുള്ള സപ്ലൈ ഈ ബ്രൗണ് വൈറ്റാണ്. ഇത് ബ്രൗൺ പോസിറ്റീവ്, വൈറ്റ് നെഗറ്റീവ്. പിന്നെ അസംബിൾ ചെയ്യാം.
ഞാനൊരു ആ നേരത്തെ ചെയ്ത അറേഞ്ച്മെൻറ്റ് ചെറിയ രീതിയിൽ മാറ്റുകയാണ്. നമുക്ക് പെട്ടെന്ന് കാണാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്ന രൂപത്തിൽ മാറ്റുകയാണ്. ആദ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് സപ്ലൈ കൊടുക്കുന്നുള്ളതൊന്ന് കാണിച്ചതാണ്. ഞാൻ എന്ത് ചെയ്യാണ്, അറേഞ്ച്മെൻറ്റ് മാറ്റുകയാണ്. ഈ റെസിസ്റ്റൻസ് വേറെ ഇട്ട് വെക്കാം. ഇനി നമുക്ക് സപ്ലൈ കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഗേറ്റ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് നോക്കണം. സർക്യൂട്ട് നോക്കിയിട്ട് മനസ്സിലാവും. ഇതിൽ പോസിറ്റീവ് ബ്ലൂ ആണ്. ആ ബ്ലൂ എന്ത് ചെയ്തു, ഞാൻ ഈ 100K കൊടുത്തു. ഇനി ഈ ബ്ലാക്ക് കൊടുക്കേണ്ടത് കാത്തോഡിലേക്കാണ്. അത് 2 ബ്ലാക്കും കാത്തോഡിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. സോറി, ബ്ലാക്ക് അല്ല, വൈറ്റ്. നെഗറ്റീവ് കാത്തോഡിൽ കൊടുക്കും. നെഗറ്റീവ് കാത്തോഡിൽ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് 100K റെസിസ്റ്റൻസിൽ കൊടുത്തിട്ടുണ്ട്. ഞാനെന്ത് വേണം, പോസിറ്റീവ് 100K റെസിസ്റ്റൻസിൽ വന്ന് എന്നൊരു അമ്മീറ്ററാണ് ഇങ്ങോട്ടേക്ക് വേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൾട്ടിമീറ്റർ തന്നെയാണ്. മൾട്ടിമീറ്ററിൽ അമ്മീറ്റർ ഉപയോഗിക്കുക. അപ്പോൾ അത് മൈക്രോ അമ്മീറ്ററാണ്. ആദ്യത്തേതാണ് ഞാൻ ഗേറ്റ് കറണ്ട് മീറ്ററായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഗേറ്റ് അമ്മീറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് മൈക്രോ അമ്മീറ്ററാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാനത് അമ്മീറ്ററിൽ മൈക്രോ അമ്മീറ്റർ സെലക്ട് ചെയ്തു. ഞാനെന്ത് ചെയ്യണം, അതിൻ്റെ പോസിറ്റീവ്, ആ പോസിറ്റീവ് 100Kയിലേക്ക് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ നെഗറ്റീവ്, പോസിറ്റീവ് ഇവിടെ 100K അടുക്ക് കണക്ട് ചെയ്തു. ഇതിൻ്റെ നെഗറ്റീവ് ഗേറ്റിലേക്ക്, KAG എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പിന്നെ ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോഴും നമ്മളെ ഗേറ്റ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി ആനോഡ് കാത്തോഡ് സർക്യൂട്ട് സെയിം പ്രോസസ്സ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആദ്യം പോസിറ്റീവ് 1K റെസിസ്റ്ററിൽ കൊടുത്തു. നെഗറ്റീവ് അല്ലെങ്കിൽ ഗ്രൗണ്ട് കാത്തോഡിലേക്ക്, അതായത് രണ്ടിൻ്റെ ഗ്രൗണ്ടും കൊടുക്കുന്നത് സെയിം പോയിന്റിലാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ മില്ലി അമീറ്റർ, അത് അഗെയിൻ ഞാൻ മൾട്ടിമീറ്റർ തന്നെ കൊടുക്കുക. രണ്ടാമത്തെ മീറ്റർ മില്ലി അമീറ്ററാണ്. അപ്പോൾ ആദ്യം ഞാനത് സെറ്റ് ചെയ്തു. ഞാൻ നേരെ എന്ത് ചെയ്യണം, ആ മീറ്റർ നേരത്തെ അതേ കൊടുത്ത പോലെ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ കൊടുക്കണം. ഞാൻ ആ മീറ്ററിൻ്റെ പോസിറ്റീവ് ആ റെസിസ്റ്ററിലും അതേപോലെ തന്നെ ആ മീറ്ററിൻ്റെ നെഗറ്റീവ് ആനോഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ആനോഡ് കാത്തോഡ് സപ്ലൈ കംപ്ലീറ്റ് ആയി. ഇനി എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡയഗ്രാം നോക്കുക. നമുക്ക് ആനോഡ് കാത്തോഡ് വോൾട്ടേജും ഇതിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആ വോൾട്ടേജും ഈ ക്യാരയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്യാരയിൽ കാര്യമായിട്ട് എടുക്കേണ്ടത് ഒന്ന് VAK, അതായത് ആനോഡിനും കാത്തോഡിനും ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അതുപോലെ തന്നെ IA എന്ന് പറയുന്നത് ഈ മീറ്ററിൽ വരുന്ന റീഡിങ്സാണ്. അപ്പോൾ ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ IG സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വോൾട്ട് മീറ്റർ എന്ത് ചെയ്യണം, ആനോഡിനും കാത്തോഡിനും ക്രോസ് ആയിട്ട് വെക്കണം. അപ്പോൾ അത് ഞാൻ മൂന്നാമത്തെ മീറ്റർ VAK ആണ്, അത് വോൾട്ടേജിൽ റേഞ്ചിലിട്ടു. ഇതിൻ്റെ പോസിറ്റീവ് ആനോഡിലും നെഗറ്റീവ് കാത്തോഡിലും ഞാൻ കണക്ട് ചെയ്യുന്നതാണ്. സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ആ വോൾട്ട് മീറ്റർ ആനോഡിനും കാത്തോഡിനും ക്രോസ് ആയിട്ട് വെച്ചു. ആനോഡിൽ പോസിറ്റീവും കാത്തോഡിൽ നെഗറ്റീവും കണക്ട് ചെയ്തു. അപ്പോൾ ഓർത്ത് വെക്കുക, ഒന്നാമത്തേത് IG ആണ്, ഗേറ്റ് കറണ്ട് കാണാൻ പറ്റും. രണ്ടാമത്തേത് IA അല്ലെങ്കിൽ ആനോഡ് കറണ്ടാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത് വോൾട്ട് മീറ്ററാണ്, അത് ആനോഡിനും കാത്തോഡിനും ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാണാൻ പറ്റും. ഓക്കെ, സർക്യൂട്ട് ഞാൻ ബ്രെഡ് ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മീറ്ററിൽ മാത്രം നോക്കുക, അതിൽ ചെയ്യുക, നമുക്ക് വേരി ചെയ്യുന്നത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് IG ആണ്, ഇത് IA ആണ്, അതായത് ആനോഡ് കറണ്ടാണ്. അതുപോലെ തന്നെ ലാസ്റ്റത്തത് VAK, വോൾട്ടേജ് അക്രോസ് ആനോഡ് ആൻഡ് കാത്തോഡ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരിക, എക്സ്പെരിമെൻറ്റിലേക്ക് വരിക. എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു IG കൊടുക്കണം. എന്നിട്ട് VIN നമ്മൾ ജസ്റ്റ് അത് അതിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ആ VIN ആണ്, അത് VAK അക്രോസ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ഇവിടുത്തെ VIN ആണ്. പിന്നെ VAK എന്ന് പറയുന്നത് നമ്മൾ ഈ വോൾട്ട് മീറ്ററിലുള്ള റീഡിംഗ് ആണ്, അതായത് വോൾട്ട് മീറ്ററിൽ ആനോഡിനും കാത്തോഡിനും ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. IA എന്ന് പറയുന്നത് ഇതിൻ്റെ ആനോഡ് കറണ്ടാണ്, അത് ഈ മൾട്ടിമീറ്ററിൽ മെഷർ ചെയ്യുന്നത്. ഇതിൽ IG എന്ന് പറയുന്ന അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ IG കിട്ടിയാൽ മാത്രമേ ഈ എക്സ്പെരിമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ IG-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതൊരു ടാസ്ക്കാണ്, അത് സിമ്പിളാണ്, പക്ഷേ അത് മനസ്സിലാക്കിയാൽ വളരെ വളരെ ഈസിയാണ് ആ
ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഓരോ SCRനും ആ IG വാല്യൂ വ്യത്യാസം ഉണ്ടാവും. ഈ IG വാല്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 10 വോൾട്ട് കൊടുത്തു. 10 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഈ VAK നെക്രോസായിട്ട് 10 വോൾട്ട് ആയിരിക്കും ഇത് ഓൺ ആകാത്തൊരു അവസ്ഥയിൽ. അപ്പോൾ ആ 10 വോൾട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര IG കിട്ടിയാലാണ് ഓൺ ആകുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്ര IG ആ 10 വോൾട്ടിൽ എത്ര IG വർക്ക് ചെയ്യാൻ നോക്കുക. 15 വോൾട്ട് ആകുമ്പോൾ എത്ര IG വേണം, അതേപോലെ തന്നെ 30 വോൾട്ട് ആകുമ്പോൾ എത്ര IG അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു രീതി തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു IG കൊടുക്കും. ആ IG എത്ര വോൾട്ടേജിലാണ് അത് ഓണാകാൻ നോക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു IG കൊടുക്കും, അത് എത്ര വോൾട്ടേജിലാണ് അത് ഓണാകാൻ നോക്കും. അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ എത്ര IG ആണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റെപ്പാണ് ആദ്യം ശരിക്കും പഠിക്കേണ്ടത്. ഞാനിതിൽ നോക്കുക, ഈ സപ്ലൈ എന്ന് പറയുന്നത് IG സപ്ലൈ ആണ്. അത് 0 to 30 വോൾട്ടാണ്. പക്ഷേ നമുക്ക് IG സപ്ലൈ എന്ന ആ ഭാഗം നോക്കണ്ട. രണ്ടാമത്തെ സപ്ലൈ ആണ് VAK എന്ന് പറയുന്നത്, ആനോഡിനും കാത്തോഡിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് ശ്രദ്ധിക്കുക. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ 0 to 30 വരെ എനിക്ക് വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ 0 to 30 വരെ വേരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാ ഈ വോൾട്ട് മീറ്ററിൽ എന്താണ് ഞാൻ എത്രയാണോ കൊടുത്തത് അത് കംപ്ലീറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. 31.9 വോൾട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് SCR ഓൺ അല്ല. നമുക്ക് ഈ മീറ്റർ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും SCR ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത്. ഒരു SCR ഓൺ ആണെങ്കിൽ എന്ത് വേണം, ആ SCRൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺ ആണെന്ന് പറയും. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അമ്മീറ്ററാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മീറ്ററിൽ എന്താണുള്ളത്, 0 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ അത് ഓഫാണ്. പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ളത് 31 വോൾട്ട്. അതായത് ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ 31.2 വോൾട്ട്. 31 അത് മറ്റേ മീറ്ററിൽ ചെറിയൊരു എറർ ഉണ്ടാവും, അത് നോക്കണ്ട. 31.9 31.8 ആണ് ഈ മീറ്ററിൽ ചെറിയൊരു എറർ ഉണ്ട്, അതാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് അവിടെ വരികയാണെങ്കിൽ എന്താണ്, SCR ഓഫിലാണുള്ളത്. ഓൺ ആണെങ്കിൽ എന്തായിരിക്കും, അത് ഓൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 0.7 to 1 വോൾട്ട് ആയിരിക്കും. അത് ഓൺ ആകുമ്പോൾ നിങ്ങൾക്ക് ആ വോൾട്ടേജ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മീറ്റർ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റണം SCR ഇപ്പോൾ ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത്. ഇത് അമ്മീറ്റർ 0, വോൾട്ട് മീറ്റർ ഫുൾ എത്രയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് അവിടെ ഉണ്ട്. മീൻസ് എന്താണ്, അതിൽ ആ SCR ഓഫിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 0 to 30 വോൾട്ട് 2-3 രീതികളുണ്ട്. ഒന്നുകിൽ ഒരു 5 വോൾട്ട് വെക്കുക, അല്ലെങ്കിൽ പകുതിക്ക് ഒരു 15 വോൾട്ട്, അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജിൽ വെക്കുക. അപ്പോൾ മാക്സിമം വോൾട്ടേജ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം വോൾട്ടേജിൽ വെച്ചിട്ട് അതിൻ്റെ IG എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം മാക്സിമം വോൾട്ടേജിൽ വെക്കുക. എന്നിട്ട് ഞാൻ പതുക്കെ എന്ത് ചെയ്യണം, ഈ IG സപ്ലൈ ഉണ്ടല്ലോ അത് കൂട്ടുക. അപ്പോൾ IG കറണ്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. 9, 10. അപ്പോൾ ഈ 2 മീറ്ററും ശ്രദ്ധിക്കണം. ഈ 2 മീറ്ററും നമുക്ക് ശരിക്കും ഒന്നുകിൽ ഇതും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതും ശ്രദ്ധിക്കുക. അതായത് ഈ IG ഏത് സമയത്താണ് ഓണാന്ന് നോക്കുക. ഓണാക്കിയാൽ ഇതിൽ കറണ്ട് ഉണ്ടാവും, ഇതിൽ വോൾട്ടേജ് ഡ്രോപ്പ് ആവും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സമയത്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ IG ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നോക്കാം, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. ശരിക്കും സ്ക്രീൻ ശ്രദ്ധിക്കുക, ഏത് IG ഓണാകുന്നത് നോക്കുക. 26, 27 കാണാം. 27 മൈക്രോ ആംപിയറിൽ അതെന്തായി ഓണായി. അത് ഓണായ ശേഷം ഇത് കണ്ട 0.7 വോൾട്ട്, അതേപോലെ തന്നെ 31.2 മില്ലി ആംപിയർ. അപ്പോൾ അത് കംപ്ലീറ്റ് കറണ്ട്, അതായത് മാക്സിമം കറണ്ട് അതിൽ ഫ്ലോ ചെയ്ത്. അതായത് നമ്മൾ ഏത് IG ഓണായത് 27 മൈക്രോ ആംപിയറിലാണ്. അപ്പോൾ അതാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. 27 മൈക്രോ ആംപിയറാണ് നമ്മളെ ഒരു IG എന്ന് പറയുന്നത്. ഇതിലൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ IG ഇപ്പോൾ 31 വോൾട്ടിൽ സമയത്ത് IG 27 മൈക്രോ ആംപിയറിലാണ് ഓണായത്. ഇനി നമ്മൾ IG കൂട്ടുന്നതനുസരിച്ചിട്ട് ആ വോൾട്ടേജ് കുറഞ്ഞ് വരിക ചെയ്യാൻ. അതായത് നമ്മൾ ഇപ്പോൾ 27 മൈക്രോ ആംപിയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ 27 ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് 27, 28, പിന്നെ 29.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പരിസരത്തുള്ള ചിലപ്പോൾ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ചെറിയൊരു എറർ ഉണ്ടാവും. പക്ഷെ എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ആ പരിസരത്തുള്ള IG നമുക്ക് കിട്ടി, എന്ത് 27 എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ ഇത് ഫുള്ള് 0 ആക്കുക, IG 0 ആക്കുക, ഇതും 0 ആക്കുക, VAKയും 0 ആക്കുക. VAK 0 ആക്കിയാലേ അത് ഓഫ് ആവുള്ളൂ. നമുക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, ഏത് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അത് ഫുള്ള് ഓഫ് ആയോന്ന് ചെക്ക് ചെയ്യണം. ശരിക്കും ചെയ്യേണ്ടത് ഈ സപ്ലൈ ഫുള്ള് 0 ആക്കി ഈ സപ്ലൈ ഊരിയെടുക്കണം. ജസ്റ്റ് ഞാനിപ്പോൾ 0 ആക്കിയിട്ടേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് അത് ഓഫിൽ തന്നെയാണോ നോക്കുക. ഓഫിലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ VAK തിരിക്കുമ്പോൾ, അപ്പോൾ IG 0 ആയിരിക്കണേ, VAK തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഫുൾ വോൾട്ടേജ് കൊടുക്കുന്ന വോൾട്ടേജിന് ഇവിടെ ഉണ്ടെങ്കിൽ എന്താണ്, അത് ഓഫിൽ തന്നെയാണല്ലോ എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് 0 ആക്കുക. അപ്പോൾ IG നമുക്ക് എത്ര കിട്ടിയത്, 27. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ആ 27 ഇനി നേരെ തിരിച്ച് നമ്മൾ നേരത്തെ നമ്മൾ വോൾട്ടേജ് സെറ്റ് ചെയ്തു, എന്നിട്ട് IG മാറ്റിയത്. ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് വരികയാണ്. എക്സ്പെരിമെൻറ്റിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം IG സെറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, വോൾട്ടേജ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ആ IG കിട്ടി, എത്രയാണ് 27 മൈക്രോ ആമ്പിയർ എന്നുള്ളത്. അപ്പോൾ ആദ്യം അത് ചെയ്യുക, 27 മൈക്രോ ആമ്പിയർ ആയിരിക്കും. $27 മൈക്രോ ആമ്പിയർ. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന്, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ശരിക്കും 0, 1, 2, 4 എല്ലാ വാല്യൂസ് എടുക്കണം. പക്ഷേ അങ്ങനെ എടുത്ത് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇതിനെ ഫുള്ള് ഓടിച്ച് നോക്കുക. 0 to 30 വോൾട്ട് അല്ലേ. പിന്നെ ഈ VAK ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്പീഡിൽ ചേഞ്ച് ചെയ്യരുത്. അത് ചിലപ്പോൾ എററായിട്ട് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം dV/dt എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിഗറിങ് മെത്തേഡ് SCR ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ, അപ്പോൾ സ്പീഡിലൊരു സ്പൈക്കായിട്ട് ഇങ്ങനെ സ്പീഡിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രിഗർ ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, വളരെ പതുക്കെ മൂവ് ചെയ്യിക്കണം. എന്നിട്ട് നിങ്ങൾ ആ വോൾട്ട് മീറ്റർ ശരിക്കും ശ്രദ്ധിക്കുക, ഏത് വോൾട്ടേജിലാണ് ഇത് ട്രിഗർ ആകുമെന്ന് നോക്കുക. ട്രിഗർ ആയാൽ എന്ത് ചെയ്യും, ആ വോൾട്ടേജ് പെട്ടെന്ന് ഡൗൺ ആവും, 0.7 പോകും. പിന്നെ അതേപോലെ തന്നെ ആ മീറ്റർ റീഡിങ്ങും വരും. അപ്പോൾ 0 to നിങ്ങളുടെ മാക്സിമം എത്രയാണ്, 31.9 വോൾട്ട് അല്ല, അതുവരെ വേരി ചെയ്യുക. അതുവരെ വേരി ചെയ്തിട്ട് അത് ട്രിഗർ ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് ട്രിഗർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ എടുത്ത IG എന്താണ്, IG 27 എടുത്തത്, പക്ഷേ എന്തല്ല, അത് കറക്റ്റല്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് ട്രിഗർ ആയിട്ടില്ലെങ്കിൽ ഇത് കുറക്കുന്ന IG എന്ത് ചെയ്യണം, ഓയിൽ 26 ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം. 27 കറക്റ്റ് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കുക. 27 കറക്റ്റ് ചെയ്തു, ഒന്നും കൂടി ചെയ്ത് നോക്കുക. 6, 7, വളരെ പതുക്കെ പോകണേ, അല്ലെങ്കിൽ എററാവും, ചിലപ്പോൾ പെട്ടെന്ന് ട്രിഗർ ആവും. 29, 30, 31, 31.9 കേട്ടോ. 31.9 എന്ത് ചെയ്യും, ട്രിഗറായി. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതന്നെ ചെയ്യുക. അതായത് 27 മൈക്രോ ആമ്പിയർ വീന്, അതെല്ലാം നമുക്ക് അങ്ങനെ തന്നെ ചെയ്താൽ. കാരണം വീന് 0, VAK 0, IA 0. ഇവിടെ 5 കൊടുത്തു, ഇവിടെ 5. കാരണം നമ്മൾ ഓൾറെഡി അതങ്ങനെ തന്നെ വരിക. പിന്നെ വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നു. കാരണം IA 0 ആയിരുന്നു അതുവരെ. നമ്മൾ എന്താണോ ഇവിടെ കൊടുക്കുന്നത് അത് തന്നെ വന്നായിരുന്നു. ഇവിടെ 31.5 ട്രിഗർ ആയത്. അപ്പോൾ 31.5 ട്രിഗർ ആയി കഴിഞ്ഞാൽ 31.5 0 എന്ന് എഴുതുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, 31.5 0.7 എത്രയാണ്, 31.5 മില്ലി ആമ്പിയർ. പിന്നെ കുറച്ചും കൂടി കൂട്ടുക, എത്രയുള്ളത്, അത് മതിയാവും. അപ്പോൾ ഇങ്ങനൊരു വാല്യൂ നമുക്ക് കിട്ടി, 27 മൈക്രോ ആമ്പിയറിൽ. എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യുക, 28 ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ 0 to 30 വരെ പോയി നോക്കുക, അത് ട്രിഗർ ആകുന്നോ നോക്കുക. അപ്പോൾ 20 നമ്മൾ ചെയ്തപ്പോൾ 39, അപ്പോൾ 28 ചെയ്യും. 28 IG 28 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വോൾട്ടേജ് മാറ്റി വെക്കുക.
വോൾട്ടേജ് മാറ്റുമ്പോൾ ഏത് വോൾട്ടേജിലാണ് ട്രിഗർ ആകുന്നത് നോക്കുക. ട്രിഗർ ആയിക്കഴിഞ്ഞാൽ അതിൽ വോൾട്ടേജ് ഡൗൺ ആവും, ഇതിൽ കറണ്ട് മാക്സിമം ആവും നോക്കുക. 19, 20 കാണാം, 20-ൽ ട്രിഗറായി. നേരത്തെ 31-ലാണ് ട്രിഗറായത്, ഇപ്പോൾ 27 മൈക്രോ ആംപിയർ ആയപ്പോൾ 20-ൽ ട്രിഗറായി. അപ്പോൾ എന്താ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് IG 28 മൈക്രോ ആംപിയർ VAK ഏതിലാണ് 20-ലാണ് നമുക്ക് ട്രിഗർ ആയത്. അപ്പോൾ 20 തന്നെ കാണിക്കുക. എന്നിട്ട് അടുത്ത 20 എന്ത് ചെയ്യാം, 20 ആയിരിക്കുക. അടുത്ത വോൾട്ടേജ് 0.738 കാണിക്കുക. അതിലെത്ര, ഇതിൽ 0 ആണ്. ആ 20-ൽ 0 തന്നെ കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത 0.7 ആയിട്ട് 20.3, ഇത് IA മില്ലി ആംപിയറിലാണ്, മില്ലി ആംപിയറിൽ കാണിക്കുക. എന്നിട്ട് അവിടെ നിർത്തരുത്, എന്ത് ചെയ്യണം, അടുത്ത 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, ഒരു 25 കൂടി എടുക്കുക. 25 എടുക്കുക. ആ സമയത്തും എന്തുണ്ടാവില്ല, ഇപ്പോൾ 746 അല്ലേ, 746 കൊടുക്കുക. വീണ്ടും വേണമെങ്കിൽ നിങ്ങൾ 25 എഴുതിക്കോ. കറണ്ട് 24.4, അടുത്ത 30 കൂടി എടുക്കുക. എല്ലാത്തിലും നമ്മൾ 30 വരെ എന്ത് ചെയ്യണം, കറണ്ട് വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ വീണ്ടും 30, ഇതിലെത്രയുള്ളത് 0.7555, അതേപോലെ തന്നെ കറണ്ട് 30 മില്ലി ആംപിയർ. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത IG എന്തായിരിക്കും, നമ്മൾ 27, 28, അടുത്തത് 29. ഫുള്ള് 0 ആക്കണം, അതിന് ശേഷം 29 ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, വീണ്ടും നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ പതുക്കെ കൂട്ടുക. 1, 2, 3, 5, 6, 7, 8, 9, 10 വോൾട്ട്. 10 വോൾട്ടിൽ എന്തായി, ട്രിഗറായി. അപ്പോൾ നമ്മൾ നേരത്തെ IG എത്ര എഴുതണം, 29 മൈക്രോ ആംപിയർ എഴുതുക. എന്നിട്ട് 29 മൈക്രോ ആംപിയർ എഴുതി. ഇനി VAK നമ്മൾ 10 വോൾട്ടിലാണ് ഇത് ട്രിഗർ ആയത്, 10 വോൾട്ട്. അപ്പോൾ 10 വോൾട്ട് കാണിക്കുക, 0 കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 0.7 വോൾട്ട്, എത്രയാണ്, 9.56 മില്ലി ആംപിയർ. IG അല്ല, IA ആണ്, മില്ലി ആംപിയറിൽ. എന്ത് ചെയ്യണം, 10 വോൾട്ട് ട്രിഗറായി അവിടെ നിൽക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15-ലൊന്നെടുക്കുക, 20-ലൊന്നെടുക്കുക, 30 വരെ എന്തായാലും നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ 15-ലൊന്നെടുക്കുക. 15 ആകുമ്പോഴും ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ വീന്നിയുടെ 15 എന്ന് കൊടുത്തോ. എന്നിട്ട് എന്ത് ചെയ്യുക, 0.723, കറണ്ട് 14.5. ഇനി അടുത്തത് 20 എടുക്കുക. 20 എടുക്കുമ്പോൾ അവിടെ 20.737, ഇവിടെ കറണ്ട് 20. ഇനി നേരെ എന്ത് ചെയ്യുക, 25-30, 25-30 ഇങ്ങനെയാണ്. അപ്പോൾ 25-30 ഈ മറ്റേ ഒരിക്കൽ ട്രിഗർ ഓൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ 25 ട്രിഗർ ആയിക്കഴിഞ്ഞാൽ 25 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെയിം കറണ്ട് തന്നെയാണ് കിട്ടുക, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 25 ആണെങ്കിൽ ഇവിടെ 0.747, 25 മില്ലി ആംപിയർ. പിന്നെ 30 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ 31 കാണുന്നുണ്ട്. പക്ഷേ 30 നിങ്ങൾ മാക്സിമം 30 വരെ ഉണ്ടെങ്കിൽ 30 വരെ ചെയ്താൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം 30 എടുത്താൽ മതി. അപ്പോൾ 30 ആകുമ്പോൾ 0.756, കറണ്ട് 30 മില്ലി ആംപിയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, വാല്യൂ എടുക്കേണ്ടത്. നമ്മൾ ആദ്യം IG കണ്ടുപിടിക്കുന്നു. IG കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഓരോന്ന് എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് ഇടുക. ഫസ്റ്റത്തേതിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. ആദ്യം 27 മൈക്രോ ആംപിയർ നമുക്ക് കിട്ടിയത്, അതിൽ ട്രിഗർ ആകുന്നുണ്ടോ നോക്കുക. ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്വാഭാവികമായിട്ട് 28-ൽ ചെയ്ത് നോക്കണം. 27 കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് വാല്യൂ എഴുതാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, 28-ൽ ചെയ്തതിനാൽ അടുത്ത വാല്യൂ എഴുതാം, 29-ൽ ചെയ്തതിനാൽ അടുത്ത വാല്യൂ എഴുതാം. ഇതിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കറണ്ട് അല്ലെങ്കിൽ IG കൂടുന്നതനുസരിച്ചിട്ട് പെട്ടെന്ന് ഓണാകുന്നതായിരിക്കണം. അതായത് ഈ IG-ൽ എന്താണ് 27 മൈക്രോ ആംപിയർ കൊടുക്കുന്നത്, പക്ഷേ ഇതിൽ ഓണാകുന്ന എപ്പോഴാണ് 31.5 വോൾട്ടിലാണ്.
ഈ ഐ ജി എന്ന് പറയുന്നത് 28, അതായത് 1 മൈക്രോ ആമ്പിയർ കൂടി. അപ്പോൾ എപ്പോഴാണ് ഓണാകുന്നത്? 20 വോൾട്ട് നമുക്ക് തോന്നും. ഈ ഐ ജി 1 മൈക്രോ ആമ്പിയർ കൂടി, 29 മൈക്രോ ആമ്പിയർ കൂടി. അപ്പോൾ എന്താണ് 10 വോൾട്ടിൽ തന്നെ എന്തായാണ് അത് ഓണാകുക. അപ്പോൾ ഐ ജി കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇതിനെ ഓണാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ക്യാര എന്ന് പറയുന്നത്. അപ്പോൾ ക്യാര വരച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാരയാണ് കിട്ടുക. ഇതിങ്ങനെ ഇങ്ങനെ പോയി എന്നിട്ട് ഇങ്ങനെ സഡനായിട്ട് അത് ഓണായിട്ട് ഇങ്ങനെ ഒരു വേവാണ് നമുക്ക് കിട്ടുക. ഇത് VAK, ഇത് IA എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് ഇതിൽ ചെയ്താൽ കിട്ടുക. അതായത് ഇതുവരെ ഇങ്ങനെ ഓണാകാണ്ട് പോയി പെട്ടെന്ന് ഓണാകുന്നത്. അപ്പോൾ അത് ഡോട്ട് ലൈനിൽ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? ഇത് കറണ്ട് റൈസ് ആണെന്നതായിട്ട് കാണിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരിക. ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇതിലിപ്പോൾ ഹോൾഡിംഗ് കറണ്ട് കണ്ടുപിടിക്കാനുള്ളത്. ഹോൾഡിംഗ് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഓണിലുള്ള അവസ്ഥ, ഇപ്പോൾ ഓണിലാണ്. കാരണം നമ്മുടെ VAK എന്ന് പറയുന്നത് 0.7 വോൾട്ട്, അതുപോലെ തന്നെ VDC എന്ന് പറയുന്നത് IA എന്ന് പറയുന്നത് 16 മില്ലി ആമ്പിയർ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൺ അവസ്ഥയാണ്. SCR ഓൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഗേറ്റ് കറണ്ട് 0 ആക്കുക. ഗേറ്റ് കറണ്ട് 0 ആക്കിയാലും ആ കണ്ടക്ഷൻ അങ്ങനെ തന്നെ നടക്കും. അത് ഗേറ്റ് കറണ്ടായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് വൺസ് ഗേറ്റ് കറണ്ട് വിട്ടിട്ട് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് കൺട്രോളൊന്നും ഉണ്ടാവില്ല. ഏതിൽ SCRൻ്റെ കേസിൽ അതെപ്പോഴും ഓൺ തന്നെയാണ് ഉണ്ടാകുക. അതാണ് ഇത് കാണുന്നത്. ഇതിപ്പോൾ ഗേറ്റ് സപ്ലൈ എടുത്ത് കളഞ്ഞാലും എന്ത് സംഭവിക്കും? അത് ഓൺ തന്നെയാണ് ഉണ്ടാവുക. ഇപ്പം ഞാൻ ഗേറ്റ് കറണ്ട് 0 ആക്കി, ആ ഗേറ്റ് വോൾട്ടേജ് 0 ആക്കി, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് കറണ്ട് 0 ആയി. എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കറണ്ട് കണ്ടുപിടിക്കാൻ. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് അത് ആ SCR ഓണായിട്ട് കിടക്കാനുള്ള മിനിമം ആനോഡ് കറണ്ടാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ആനോഡ് കറണ്ട് കുറക്കുക മീൻസ് ആനോഡ് സപ്ലൈ വോൾട്ടേജ് കുറക്കുക. സപ്ലൈ വോൾട്ടേജ് കുറക്കുന്നതനുസരിച്ചിട്ട് കറണ്ട് കുറയുന്നത് കാണാം. IA കുറയുന്നത് കാണാം. ഏത് IAയിലാണ് SCR ഓഫാന്ന് നോക്കുക. ആ IA ആണ് അതിൻ്റെ ഹോൾഡിംഗ് കറണ്ട്. ഇതിപ്പോൾ 12 മില്ലി ആമ്പിയർ. ഞാൻ കുറച്ച് വരികയാണ്. ആ SCR ഓഫാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എന്താണ്? ഇതിലുള്ള വോൾട്ടേജ്, അതായത് ഇവർ കൊടുക്കുന്ന വോൾട്ടേജ് തേച്ചും എന്ത് ചെയ്യും? VAKയിൽ കാണാൻ പറ്റും. ഓണിലുള്ള അവസ്ഥയിലാണ് 0.7 വോൾട്ട് ഉണ്ടാകുക. അപ്പോൾ കുറച്ചും കൂടി കറണ്ട് കുറക്കുക. 11, 10, 9 വരെ. ആറ് മില്ലി ആമ്പിയറായി. മില്ലി ആമ്പിയർ, 4 മില്ലി ആമ്പിയർ, അതിലെല്ലാം 1.7, 1.6, 2.7ലും അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നില്ല. അത് ഓണിലുള്ള അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്. 2 മില്ലി ആമ്പിയറായി. 1 മില്ലി ആമ്പിയർ, 1.9 മില്ലി ആമ്പിയർ. 0.9 മില്ലി ആമ്പിയർ. 0.9 മില്ലി ആമ്പിയർ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫായി. അപ്പോൾ അതിൻ്റെ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് 0.9 മില്ലി ആമ്പിയർ ആണ്. ഓക്കെ, അങ്ങനെയാണ് ഹോൾഡിംഗ് കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഹോൾഡിംഗ് കറണ്ടിലേക്കാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത്
ഓഫായി. പിന്നെ ഒരു ഗേറ്റ് ട്രിഗർ കിട്ടിയാലേ അത് ഓൺ ആവുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. അടുത്തത് ട്രയാക്കാണ്. ട്രയാക്കും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ട്രയാക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ട്രയാക്കിൽ കുറച്ചും കൂടി കറണ്ട് ഉണ്ടാവും. ഇതിൽ വളരെ മൈക്രോ ആംബിയർ റേഞ്ചിലാണ് കറണ്ട് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് IG കണ്ടുപിടിക്കലാണ്. IG ഞാൻ ആദ്യം മാക്സിമം വോൾട്ടേജിലിട്ട്, എന്നിട്ട് അതിൻ്റെ IG കണ്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഞാൻ ആ IG ഓരോ സ്റ്റെപ്പ് കൂട്ടി വരാം. അപ്പോൾ ആദ്യത്തെ IG കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം, ആ IG ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ ട്രിഗർ ആകുന്നുണ്ടോ നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ ആ IG തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ഒരു IG കൂടി കൂട്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അത്രയേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 3 IG കിട്ടണമെന്നുള്ളേ നമുക്കുള്ളൂ. 2 3 IG കിട്ടണമെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോയിൽ ട്രയാക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് യൂസ്ഫുള്ളാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ്സ് അത് കൃത്യമായിട്ട് അറിയിക്കുക. എന്നാലേ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ കൃത്യമായ കമൻറ്റ്സ് ചെയ്താൽ അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.